ഇന്നു മുതൽ ചർച്ചകൾക്കായി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിൽ. ബൈഡൻ കാലത്ത് മോശമായ ബന്ധം, ട്രംപ് കാലത്ത് മെച്ചപ്പെടുത്താൻ നീക്കം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടാകുന്നു. നാളെ സെലീനാമയുടെ കല്ലറ തുറന്നു പരിശോധിക്കും. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി മൃതദേഹം കുളിപ്പിച്ചപ്പോൾ സെലീനാമയുടെ ദേഹത്ത് മുറിവും ചതവും കണ്ടെത്തിയിരുന്നു. മരിച്ചു കിടക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നിട്ട് ഇവർ കൂടെ പോകാനൊരു ഇവരെ പോലത്തെ ഒരു പ്രായമുള്ളൊരു സ്ത്രീ വരും. ആ സ്വർണ്ണമാല പോയിട്ട് വേറെ ഗോൾഡ് മാല ഇട്ട് കൊടുത്തു. പിന്നെ രണ്ട് വാള ഉള്ളതിൽ ഒരു വാള അവർ കൊണ്ടുപോയി, ഒരു വാള ഉണ്ട് കയ്യിൽ. ഇന്നാണ് കല്ലറ തുറന്ന് മൃതദേഹം പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം എന്ന നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ബി അരുണുണ്ട്. അരുണ്, നേരത്തെ നമുക്കറിയാം സമാനമായ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് തന്നെ പരിശോധനകൾ നടന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സെലീനാമയുടെ മരണത്തിൽ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെലീനാമ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. പാറശാല താലൂക്ക് ആശുപത്രിയിലെ മുൻ ജീവനക്കാരിയാണ്. അവർ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു. ഇവർ വീട്ടിൽ ധനുവച്ചപുരം വൈദ്യൻ വിളാകത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ മാസം 17-ാം തീയതി അത് ഒരു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 18-ാം തീയതി മണിവിളയിലെ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകളും നടത്തി. 2 മക്കളാണ് സെലീനാമയ്ക്ക് ഉള്ളത്. ഇതിൽ മകൻ രാജുവാണ് ഒരു സംശയം പ്രകടിപ്പിച്ചത്. അമ്മയുടെ ആഭരണങ്ങൾ കാണാനില്ല, മൃതദേഹത്തിൽ ചില പാടുകൾ കണ്ടിട്ട് അതിലും ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജു പാറശാല പോലീസിൽ പരാതി നൽകി. ഈ മരണ വിവരം എത്തിയ ബന്ധുക്കൾ വാർഡ് സാന്നിധ്യത്തിലാണ് ഈ മരണ ചടങ്ങ് കൂടി. സംശയമുള്ളത് കൊണ്ട് തന്നെ അന്ന് ചടങ്ങ് നടത്തുമ്പോൾ തന്നെ വാർഡ് സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ മൃതദേഹം പരിശോധിക്കണം, പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന ആവശ്യം മകൻ രാജു പോലീസിനെ അറിയിച്ചത്. അങ്ങനെ പോലീസ് അത് RDO കൈമാറി. RDOയുടെ സാന്നിധ്യത്തിലാകും ഇന്ന് കല്ലറ തുറന്നുള്ള പരിശോധന നടത്തുക. 11 മണിയോടുകൂടി ഇവിടെ ഈ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കാൻ നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സെലീനാമയുടെ കല്ലറ തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും വിശദമായ പരിശോധനയുണ്ടാകും. 11 മണിക്കാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക. BB അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം ഏറ്റുമാനൂരിൽ സംഘർഷത്തിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് പിടികൂടി. ശ്രീജിത്ത് അല്പസമയത്തിനകം വിവരങ്ങൾ പങ്കുവെക്കും. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. മാഞ്ഞൂർ സ്വദേശിയാണ്. 3 മക്കളുണ്ട്, ഭാര്യയും 3 മക്കളുമുണ്ട് ശ്യാമിന്. അതിദാരുണമായ സംഭവമാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത് പോലീസുകാരനെ തന്നെ ഇത്തരത്തിൽ അപായപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ശ്രീജിത്ത് എന്താണ് സംഭവിച്ചത്? തട്ടുകടയിൽ സംഘർഷമുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രകോപനം എന്തായിരുന്നു? കൊലപാതകത്തിന് വേണ്ടി ബോധപൂർവം അങ്ങനെ ചെയ്തോ എന്നത് വ്യക്തമല്ല. പക്ഷെ അവിടെ ഒരു അടിപിടി ഉണ്ടാകുന്നു. ആ അടിപിടിയുള്ള സ്ഥലത്തേക്കാണ് ജോലി കഴിഞ്ഞ് പോയ ഈ ശ്യാം എത്തുന്നത്. അവിടെ എത്തിയ ശേഷം അപ്പോൾ തന്നെ കടയിലുള്ളയാൾ ഇയാൾ പോലീസുകാരനാണ്, പോലീസുകാരൻ്റെ സഹായം തേടുകയാണ് ചെയ്തത്. അതോടുകൂടി പോലീസുകാരന് നേരെ ഈ അക്രമി തിരിഞ്ഞു എന്നുള്ളതാണ്. അയാളെ പലതരത്തിൽ അയാളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. അയാളെ ആക്രമിക്കുന്നു. നിലത്ത് വീണ ഈ ശ്യാമിൻ്റെ നെഞ്ചിൽ ചവിട്ടുകയാണ് ചെയ്തത്. തുടർന്ന് ഉടൻ തന്നെ അതുവഴി ഒരു ഈ പോലീസിൻ്റെ പെട്രോളിംഗ് വാഹനം പോയിരുന്നു. ഈ വാഹനം തടഞ്ഞതും ശ്യാം തന്നെയാണ്. തടഞ്ഞു നിർത്തി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതായി അറിയിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് ഈ പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിൽ നിന്നിറങ്ങിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാൾ ഓടി രക്ഷപ്പെടുന്നത് കണ്ട്, അതായത് ഓടി രക്ഷപ്പെടുന്ന വഴിയെ എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പിടികൂടി തിരിച്ച് ഈ പോലീസ് വാഹനത്തിലേക്ക് ഇയാളെ എത്തിച്ച സമയത്ത് ഈ വാഹനത്തിലിരിക്കുകയായിരുന്നു ശ്യാം. പക്ഷേ ശ്യാം അപ്പോഴേക്കും കുഴഞ്ഞു വീണിരുന്നു. തൊട്ടടുത്ത ആശുപത്രിയാണുള്ളത്. കാരിത്താസ് ആശുപത്രിയുടെ
വാതുക്കൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു, പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ നെഞ്ചിന് വളരെ കാര്യമായി ചവിട്ടേറ്റിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ചില പ്രാഥമികമായ വിലയിരുത്തലുകളും മറ്റുമുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. രാവിലെ കാരിത്താസ് ആശുപത്രിയിൽ തന്നെയാണ് ശ്യാമിൻ്റെ മൃതദേഹമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ആണ് പ്രതിയെ കൊണ്ടുവന്നത്. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ക്രൈം നടക്കുന്നത്. എന്തായാലും പ്രതിയെ വൈകാതെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം പുറത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. കോട്ടയത്താണ് ഈ സംഭവം, അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത്. പ്രതി ഏതായാലും പോലീസിന്റെ പിടിയിലാണ്. കോഴിക്കോട്ട് ഡെലിവറി ബോയ്, സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ് മരിച്ച നിലയിൽ. ഉമ്മളഞ്ചൂർ സ്വദേശി മിഥുനാണ് മരിച്ചത്. തൊണ്ടയാട് നിന്നും മലാപ്പറമ്പിലേക്ക് പോകുന്ന വഴിയിൽ കുരിയത്തോടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏതെങ്കിലും വാഹനം ഇടിച്ചു തെറിപ്പിച്ചതാണോ എന്നാണ് സംശയം. പോലീസ് അന്വേഷണം തുടരുന്നു എന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും അന്വേഷണത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? രഞ്ജിത്ത്, ഈ മരിച്ച ആളുടെ പേര് മിഥുൻ അല്ല. മിഥുന്റെ അടക്കം 2 ID കാർഡുകൾ ഈ മരിച്ച ആളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആശയക്കുഴപ്പം പോലീസിനുണ്ടായി. എന്തായാലും പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. മരിച്ചെന്ന് പറയുന്ന ആളെ പോലീസ് നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. തന്റെ ID കാർഡ് നഷ്ടപ്പെട്ടതാണ് എന്നാണ് മിഥുൻ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ്, കുരിയത്തോടിന് അടുത്താണ് ഈ വെള്ളക്കെട്ടിന്റെ ആ ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയാവും സംഭവം ഉണ്ടായതെന്നാണ് കരുതുന്നത്. ഏതെങ്കിലും പിന്നാലെ വന്ന വാഹനം ഇടിച്ച് ഇട്ടതായിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടക്കുകയാണ്. ഈ സ്വിഗ്ഗിയുടെ ഈ ഡെലിവറി സാമഗ്രികൾ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. 2 ID കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അവ പരിശോധിച്ചു വരികയാണ്. രഞ്ജിത്ത് എന്നയാളുടെ ID കാർഡാണ് രണ്ടാമത്തെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പോലീസ് നടത്തി വരികയാണ്. അപകടമാണ് സംഭവം എന്നാണ് പ്രാഥമിക നിഗമനം. രഞ്ജിത്ത്, കോഴിക്കോട്ടാണ് സ്വിഗ്ഗി ഡെലിവറി ബോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പത്തനംതിട്ട തെങ്ങമത്ത് കടയിൽ കയറി യുവാക്കളുടെ ആക്രമണം. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. നിരവധി കേസുകളിൽ പ്രതികളായ യുവാക്കളാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, എന്താണ്? വലിയ തല്ലാണ്, വലിയ അടി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരാളെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 7 മണിക്കാണ് ഇത്ര ഒരു സംഭവം ഉണ്ടായത്. വിഷ്ണു അവിരാജ് എന്ന് പറയുന്ന യുവാക്കൾ മദ്യവെച്ചെത്തിയതിനു ശേഷമാണ് ഈ കടയിൽ സംഘർഷം ഉണ്ടാക്കുന്നത്. ഇവർ നേരത്തെ വഴിയിൽ വെച്ച് ഈ കടയുടെ മുന്നിൽ വെച്ച് 2 യുവാക്കളുമായി ചില തർക്കങ്ങളുണ്ടായിരുന്നു. ആ യുവാക്കൾ കടയിലെത്തിയിരുന്നു. തുടർന്നാണ് ഈ കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോയത്. കടയിലെ ജീവനക്കാർക്കും മർദ്ദിക്കുകയും ചെയ്തു. ഒപ്പം ഈ കട ഉടമയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി വീശി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള കൂട്ടത്തല്ല്, ജീവനക്കാരും ഈ വിഷ്ണു അഭിരാജ് അടക്കമുള്ള ആളുകൾ തമ്മിൽ വലിയ സംഘർഷമാണ് കടയ്ക്കുള്ളിൽ ഒരു അരമണിക്കൂറോളം നേരം ഉണ്ടായിരുന്നത്. കടയിലെ സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കുകയും ചെയ്തു. ഈ ജീവനക്കാർക്കും പരിക്കേറ്റുണ്ട്. ഈ വിഷ്ണു അഭിരാജ് എന്ന് പറയുന്ന 2 യുവാക്കളും മദ്യലഹരിയിലായിരുന്നു. ഇവർ നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും കടയുടമയുടെ മൊഴി എടുത്തിട്ടുണ്ട് എന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ അതിനുശേഷമാണ് കേസെടുത്തിട്ടുള്ളത്. ജീവനക്കാർക്ക് ഈ സംഘർഷത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു തർക്കം വലിയൊരു അടിയിലേക്ക് കലാശിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 2 പേർക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. രഞ്ജിത്തെ, ഈ കേസെടുത്തതല്ലാതെ ഇവര് സ്ഥിരം ക്രിമിനൽസ് ആണ്, അവർ സ്ഥിരം കുറ്റവാളികളൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരെ പിടികൂടാനുള്ള ശ്രമമുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ് ശശിനാരായണൻ? രഞ്ജിത്ത്, ഈ 2 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർ 2 പേരും നിലവിൽ പല കേസുകളിലും പ്രതിയാണെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയുന്നത്.
ഈ വഴിയിൽ വെച്ചുണ്ടായ ഒരു നിസ്സാര വാക്ക് തർക്കം പിന്നീട് അത് ഈ കടയുടെ മുന്നിൽ വെച്ചുണ്ടാവുന്നു. ആ തർക്കമുണ്ടായ യുവാക്കൾ ഈ കടയിലെത്തുന്നു. കടയിൽ കയറുന്നതാണ് ഇവർ അവരെ പിന്തുടർന്ന് അവിടെ എത്തിയാണ് ചോദ്യം ചെയ്യലും സംഘർഷത്തിലും അടിയിലും ഒക്കെ കലാശിച്ചത്. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യം ഈ യുവാക്കളുണ്ടായി. ഈ കട നേരത്തെ സൂചിപ്പിച്ചാൽ കടയുടമയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങിയാണ് ആക്രമണം ഉണ്ടായത്. ചില നേരിയ തോതിൽ ഈ ആളുകൾക്ക് ഈ കത്തി വീശിയോ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കടയിലെ സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് യുവാക്കളെ പോലീസ് എത്തുകയും പിന്നീട് ഈ കടയുടമയെല്ലാം ആശുപത്രി പ്രവേശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കേസ് എടുത്തിട്ടുള്ളത്. രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ നേരത്തെയും പല സംഘടനകളിലും ഒക്കെ പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെട്ട യുവാക്കളാണ് ഈ വിഷ്ണു അഭിരാജ് എന്ന് പറയുന്ന യുവാക്കൾ. രണ്ടുപേർക്കെതിരെയും പോലീസ് കേസെടുക്കുന്നതാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം. വലിയ സംഘർഷമായിരുന്നു, വലിയ മർദ്ദനമാണ് ആ കടയിലെ ആളുകൾ കേട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റായിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. ഇതിനായി കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും ഇന്ന് കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണോ? ഇപ്പോൾ എന്താണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം ഇവരോട് എറണാകുളം DDO ഓഫീസിലെ കാക്കനാട് ഹാജരാകാനാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപായിട്ട് ആലുവ DA ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരോട് നേരിട്ട് എത്തുവാനായിട്ട് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഇവിടേക്ക് വരുന്നുണ്ട്. ഇതിൽ ഇവർക്ക് പറയുവാനുള്ള 2 ആളുകൾക്കും എന്താണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പറയുവാനുള്ളത് എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും ഇത് കേൾക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യങ്ങളിൽ ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ എത്തുകയും സ്കൂളിൽ എത്തുകയും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കി വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരം സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സംബന്ധിയായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാരണം കലാലയങ്ങൾ മാത്രമല്ല, സ്കൂളുകളിലേക്ക് പോലും ഇതിൽ റാഗിംഗ് എന്ന സമ്പ്രദായം ഈ ഒരു കാര്യങ്ങൾ ഇത് കർശനമായി നിരോധിക്കപ്പെട്ടതാണ്. ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. ഇത് റാഗിംഗ് എന്ന് പോലും വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടേക്ക് നടന്നിരിക്കുന്നത്. വലിയ രീതിയിൽ പീഡനമാണ് നടന്നിരിക്കുന്നത്. മാനസികവും ശാരീരികവുമായി ഒരു വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അതായത് സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഒപ്പം തന്നെയും പോലീസ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ മിഹിർ അഹമ്മദിന്റെ കുടുംബം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇത്തരം കാര്യങ്ങൾ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അവരുടെ അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ച ചില ഡിജിറ്റൽ തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഈ കുട്ടിയുടെ മരണം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആഘോഷിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്തരം തെളിവുകൾ അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന സിറ്റിംഗിലും സമാനമായ രീതിയിൽ ഈ തെളിവുകൾ അടക്കം കൈമാറും. ചില വിദ്യാർത്ഥികൾ വളരെ ക്രൂരമായി കുട്ടിയോട് നേരിട്ട് മോശമായി പെരുമാറിയെന്നതിന്റെ തെളിവുകളടക്കം കൈമാറും. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്ന ഒരു പരാതി വന്നിരുന്നത് നേരത്തെ പഠിച്ചിരുന്ന ജെംസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെയായിരുന്നു. അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ മോശമായിട്ട് പെരുമാറിയുണ്ടായിരുന്നെന്ന് ബാലാവകാശ കമ്മീഷണർ പരാതി നൽകിയിരുന്നു. അത്തരം പരാതികൾ ആവർത്തിക്കും. നിലവിൽ വൈസ് പ്രിൻസിപ്പളെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് നടക്കുന്ന ഈ തെളിവെടുപ്പിലും കാര്യങ്ങളിലും എല്ലാം തന്നെ മുന്നോട്ട് വരും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, ബാലരാമപുരം കൊലപാതകത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് പ്രതിയായ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം.
വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഒരുപാട് സംശയങ്ങളുണ്ട് പോലീസിന്, പക്ഷേ വളരെ കൃത്യമായി തന്നെ ഈ കൊലപാതക കാരണത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ്. അത് നീക്കാനുള്ള ശ്രമത്തിലാണോ? രഞ്ജിത്ത്, ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കും. ഇന്ന് തന്നെ ഒരുപക്ഷെ പോലീസിന് കസ്റ്റഡിയിൽ ലഭിക്കുകയും ചെയ്യും. ഈ കൊലപാതകം താൻ ആണ് നടത്തിയതെന്ന് നേരത്തെ തന്നെ ഈ 2.5 വയസ്സുകാരിയുടെ അമ്മാവൻ ഹരികുമാർ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അമ്മയെ അറസ്റ്റ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പിലാണെങ്കിൽ കൂടി അമ്മയെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10-ലധികം പേരിൽ നിന്ന് തുകകൾ തട്ടിയെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട്. 6ഓളം പരാതികൾ കഴിഞ്ഞ ദിവസം മാത്രം ലഭിച്ചിരുന്നു. ഇതിൽ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് വാങ്ങിയത്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പുകളെല്ലാം തന്നെ. ദേവസ്വം ബോർഡിൽ ജോലിയുണ്ട്, താൽക്കാലിക ജോലി എന്ന് വരെ കരുതിയിരുന്നു ആളുകൾ. സ്ഥിരം ജോലി എന്ന് പറഞ്ഞിരുന്നെങ്കിലും താൽക്കാലിക ജോലി എന്ന് കരുതിയിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇങ്ങനെ ശ്രീധുവിന് ഒരു ജോലിയും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായിരിക്കില്ല ഈ തട്ടിപ്പ് നടത്തിയത്, മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നു. മാത്രമല്ല ഈ തട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പും മറ്റ് കാര്യങ്ങൾ, ഈ അന്ധവിശ്വാസം അടക്കമുള്ള കാര്യങ്ങൾ, ഇത് കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചോ, ബാഹ്യ ഇടപെടലുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതുവരെയും പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും ഇടപെടലിനെ സംബന്ധിച്ച് കാര്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. സഹോദരിക്ക് തന്നോടുള്ള ശ്രദ്ധ കുറഞ്ഞതാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇരുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ ചെന്താമരയ്ക്കായി 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കും. നാളെ ശക്തമായ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. ഈ സമയം ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കും. മറ്റൊരു വാർത്ത, ഈ നെന്മാറ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ചെന്താമരയെ ആക്രമിച്ച 2 പേർ ഇന്നലെ അറസ്റ്റിലായി എന്നുള്ളതാണ്. ഇവർ ഇന്ന് പുലർച്ചെ 1 മണിയോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നാട്ടുകാർ നെന്മാറ സ്റ്റേഷനിലെ ഗേറ്റും മതിലും മറ്റും തകർത്തിരുന്നു. അറസ്റ്റിലായ യുവാക്കളെ ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും എന്ന ഒരു വിവരം കൂടിയുണ്ട്. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കം? ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും, അതിനുള്ള അപേക്ഷ കോടതിയിൽ നൽകുന്നുണ്ട്. മറ്റൊന്ന് സുരക്ഷയെ സംബന്ധിച്ചാണ്. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കുക. ഒപ്പം തന്നെ നാളെ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ഈ നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി അല്ലെങ്കിൽ സന്നാഹങ്ങളോടുകൂടിയായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക. 100-ലധികം പോലീസുകാരും ഒപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ളവ സജ്ജീകരിക്കും. ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും പോലീസിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം പല ഘട്ടങ്ങളിലായി പോലീസിനെ കേസന്വേഷണത്തിന് വഴിതെറ്റിക്കുന്ന തരത്തിലാണ് പ്രതി മൊഴി നൽകിയിരുന്നത്. ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത വിഷക്കുപ്പി അതടക്കം വിഷം കഴിച്ചു എന്നതടക്കം പ്രതി മൊഴി നൽകിയിരുന്നു. എന്നാൽ വൈദ്യ പരിശോധനയിലടക്കം അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പല ഘട്ടത്തിൽ ഈ പോലീസിനെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഈ പ്രതി മൊഴി നൽകിയിരുന്നു. ഒപ്പം സുധാകരന്റെ വാഹനം ഇടിച്ചപ്പോഴാണ് കൊലപാതകം നടത്തിയത്, അതിലുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ആ ഒരു പ്രകോപനത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയത് എന്നടക്കം പ്രതി പറഞ്ഞിരുന്നു. പക്ഷെ കോടതിയിൽ എത്തിയപ്പോൾ പ്രതി തനിക്ക് തെറ്റുപറ്റിപ്പോയി, ശിക്ഷിക്കൂ എന്ന തരത്തിലായി പ്രതിയുടെ മൊഴി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി തന്നെ നാളെ തെളിവെടുപ്പ് സമയത്ത് സാധാരണ ഒരു തെളിവെടുപ്പിന് അപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാവും പോലീസ് കടക്കുക. ആ സമയത്ത് കാരണം ഈ പ്രതിയെ പിടികൂടുന്ന സമയത്തും മറ്റ് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്തൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള രോഷപ്രകടനം ഉണ്ടായതാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നാളെ പ്രതിയെ തെളിവെടുപ്പിനായി എത്തുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്ത് ആലത്തൂർ ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇനി നാളെ തെളിവെടുപ്പിന് എത്തുമ്പോഴും അതേ സുരക്ഷ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെ പോലീസ് ഒരുക്കുമെന്നത് തീർച്ചയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നാട്ടുകാർക്ക് ഇപ്പോഴും ഈ പ്രതിയോടുള്ള ഒരു രോഷം അത് കെട്ടടങ്ങിയിട്ടില്ല. ഒപ്പം പോലീസിനോടും ഈ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള വിരോധമുണ്ട്. കാരണം പ്രതി തങ്ങളെ വധഭീഷണി മുഴക്കുന്നു, തങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രതി
മറ്റു പലരെയും കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായിരുന്നു എന്നതടക്കം ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ഉൾപ്പെടെ ഈ നാട്ടുകാർ പോലീസിന് പരാതി നൽകിയിരുന്നു പല ഘട്ടങ്ങളിലായി. പക്ഷെ അത് ഒരു തരത്തിലും പോലീസ് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് അത് ഗൗരവത്തിൽ എടുക്കുകയോ നാട്ടിൽ വന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാണ് പ്രതി നെന്മാറയിലെത്തിയത്. അതുപോലും അന്വേഷിക്കാൻ ഈ പോലീസുകാർ തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പോലീസിനെതിരെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള രോഷമുണ്ട്. ഈ പോലീസ് ഒന്ന് ആ ഒരു പരാതി ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ഗൗരവത്തിൽ എടുത്തില്ല. അങ്ങനെ ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ ഈ ഇരട്ട കൊലപാതകം ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്നതടക്കമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ രോഷം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും നാളെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കുക. ഒപ്പം ഇപ്പോഴും ഈ നാട്ടുകാർ ആരോപിക്കുന്നത് ഈ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയില്ല. മറ്റൊന്ന്, ഈ പ്രതിയെ പിടികൂടാൻ നാട്ടുകാരാണ് പോലീസിനൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ നാട്ടുകാരെ വരെ കബളിപ്പിച്ചാണ് പോലീസ് പ്രതിയെ അവിടെ നിന്ന് കൊണ്ടുപോയത്. കാരണം പ്രതിയെ പിടിക്കുന്നത് ഈ പ്രതിയുടെ വീടിന് സമീപത്ത് വെച്ച് തന്നെയായിരുന്നു. പക്ഷേ പോലീസ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. മാട്ടായിൽ പ്രതി ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നാട്ടുകാരെ അങ്ങോട്ട് മാറ്റിയതിനു ശേഷം ഈ പോത്തുണ്ടിയിൽ നിന്ന് തന്നെ പ്രതിയെ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതിനുശേഷമാണ് ജയിലിലടക്കം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലടക്കം ഈ പ്രതിക്കെതിരെയുള്ള ഒരു രോഷപ്രകടനം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയായിരിക്കും നാളെ തെളിവെടുപ്പ്. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 2 ദിവസത്തെ കസ്റ്റഡിക്കായിരിക്കും അപേക്ഷയുണ്ടാവുക. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമുക്ക് കൊലപാതകം നടത്തിയത് അമ്മാവൻ ഹരികുമാറാണ്. എന്താണ് അതിന്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ പോലീസിനുണ്ട്. ദുർമന്ത്രവാദം സംശയിക്കുന്നു, ഈ ജോത്സ്യന്റെ സ്വാധീനം സംശയിക്കുന്നു, അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും, അതായത് ഈ കുട്ടിയുടെ അമ്മയോടുള്ള ശ്രീധുവിനോടുള്ള അയാളുടെ ഒരു ബന്ധവും താല്പര്യവും ഒക്കെ അത് മറ്റൊരു കാരണമായി ഈ കുട്ടി അതിനൊക്കെ തടസ്സമാകുമോ എന്ന സംശയം. അങ്ങനെ പലവിധ കാരണങ്ങൾ പോലീസ് സംശയിക്കുമ്പോഴും ഈ പ്രതിയെ റിമാൻഡിൽ ആക്കിയിട്ടുള്ളപ്പോഴും എന്താണ് കൊലപാതകത്തിന് യഥാർത്ഥ കാരണമെന്ന് എന്ന ഇതിൽ പോലീസിന് സംശയമുണ്ട്. ഒന്ന്, ഈ പ്രതിയുടെ മൊഴികളാണ്. പലപ്പോഴും പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന മൊഴികളാണ്. ഒരു സമയം പറയുന്നതല്ല, അടുത്ത മിനിറ്റ് അയാൾ മാറ്റി പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇയാളുടെ കാര്യത്തിൽ. അത് മാനസികാസ്വാസ്ഥ്യം കൊണ്ടാണോ മനഃപൂർവ്വം ഇത്തരത്തിൽ പോലീസിനെ കുഴയ്ക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ ഒരു ആരോഗ്യപരമായ ഈ ചികിത്സാപരമായ ചരിത്രം കൂടി പരിശോധിക്കാൻ പോലീസ് നേരത്തെ തീരുമാനിച്ചത്. ഇയാൾ നേരത്തെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം മാനസിക പ്രശ്നമുള്ള ആളാണ് ഇയാളെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ മാനസിക രോഗ വിദഗ്ധൻ്റെ കൂടി സാന്നിധ്യം ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇയാളുടേത് തന്ത്രമാണോ അല്ലെങ്കിൽ ഇയാൾ രോഗി തന്നെയാണോ, എന്താണ് ഇയാളുടെ യഥാർത്ഥ മോട്ടീവ് എന്ന കാര്യത്തിലൊക്കെ എങ്കിൽ മാത്രമേ വ്യക്തത വരൂ. അമ്മയുടെ കാര്യത്തിലും പോലീസ് ഇപ്പോഴും പൂർണ്ണമായും ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. അവർക്കിതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഹരികുമാറിൻ്റെ മൊഴി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരികുമാർ താൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും എന്താണ് കാരണമെന്ന് അത് പോലീസ് കണ്ടെത്തിക്കൊള്ളൂ എന്ന ഒരു മറുപടിയാണ് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ നൽകിയത്. അതാണ് പോലീസിനെ ഈ രീതിയിൽ കുഴയ്ക്കുന്നത്. ഏതായാലും കൂടുതൽ സമയം ഇയാളെ ചോദ്യം ചെയ്താൽ, പ്രത്യേകിച്ച് മാനസിക രോഗ വിദഗ്ധൻ്റെ ഒക്കെ സാന്നിധ്യം ചോദ്യം ചെയ്താൽ ഇതിൻ്റെ കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീധുവിനെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ ശ്രീധുവിൻ്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാണ് ശ്രീജിത്തിൻ്റെ ആവശ്യം. അത്തരത്തിൽ പോലീസ് ഇപ്പോഴും കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊലപാതകം നടത്തിയ ശ്രീജിത്ത് തന്നെയെന്ന് ശ്രീജിത്തിൻ്റെ മൊഴിയും ശ്രീധുവിൻ്റെ മൊഴിയും സാഹചര്യ തെളിവുകളും ഒക്കെ പരിഗണിച്ച് പോലീസ് വിലയിരുത്തുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഈ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണല്ലോ അരുണ്, അത് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണോ സാധ്യത? ഇന്നലെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ നേതാക്കൾ പക്വതയോടെ ഇടപെടണമെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, PP ദിവ്യയെ ഏതാണ്ട് പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് പാർട്ടി ജില്ലാ സമ്മേളന വേളയിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ആദ്യമൊക്കെ ചില പിന്തുണ ദിവ്യയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ദിവ്യയെ ഏതാണ്ട് പൂർണ്ണമായും തള്ളുകയായിരുന്നില്ലേ?
രഞ്ജിത്ത്, തീർച്ചയായും കണ്ണൂരിലെ ജില്ലാ സമ്മേളനം അത് വളരെ പ്രധാനമാണ്. പി ദിവ്യയുടെ സ്വന്തം നാട്. അവിടെയാണ് ഇപ്പോൾ പി ദിവ്യയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത്. അതായത് ഈ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. മാത്രമല്ല പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ പൂർണ്ണമായും അനുകൂലിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതായത് ADMന്റെ മരണത്തിൽ പി ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമാണ് പി ദിവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന ഒരു പ്രയോഗം കൂടി മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു. എന്തായാലും നേതാക്കൾ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പാർട്ടി നേതാക്കളും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം തിരുത്തണമെന്ന് പറയുന്നു. ഈ അകലം വർദ്ധിക്കുന്നതായി എല്ലാ സമ്മേളനങ്ങളിലും ചർച്ച നടക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും നേതാക്കൾ പക്വതയോടുകൂടി ഇടപെടണമെന്നാണ് പറഞ്ഞത്. മറ്റൊരു പരാമർശമുണ്ടായത് EP ജയരാജനെതിരെയാണ്. BJP ജയരാജൻ ഈ ബന്ധം പ്രകാശ് ജാവേദ്കറുമായി നടന്ന ആ ചർച്ച അത് വലിയ തോതിലുള്ള ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നു. മറ്റ് നേതാക്കൾക്കെല്ലാം മുഖ്യമന്ത്രി ഉപയോഗിച്ച ഒരു വാക്കാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്നാണ്. കണ്ണൂർ ജില്ലയിലെ നേതാക്കളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ എന്നൊരു വാക്കുകൂടി മുഖ്യമന്ത്രി ജില്ലാ സമ്മേളന ഈ ചർച്ചയ്ക്കിടെ പറയുന്നു. ഏതായാലും ഇന്ന് ഈ ജില്ലാ സെക്രട്ടറി സംബന്ധിച്ച തീരുമാനം ഉണ്ടാവും. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ MV ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയെ തുടരാനാണ് സാധ്യത കാണുന്നത്. കമ്മിറ്റിയിൽ കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും. എന്തായാലും വൈകിട്ട് തളിപ്പറമ്പിൽ വലിയ തോതിലുള്ള പൊതുസമ്മേളനമുണ്ട്. 4 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ശക്തി പ്രകടനം കൂടിയുണ്ട്. ഇന്ന് സമ്മേളനം സമാപിക്കും. MV ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് ഒരു സാധ്യത. ഏതായാലും 11 മണിയോടുകൂടി ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുണ്ടാവും. ഈ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. രഞ്ജിത്ത്, ശരി. ഇടുക്കി CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തൊടുപുഴയിൽ തുടക്കമാവുകയാണ്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടക്കുന്നത്. ലിസ് ഗ്രൗണ്ടും ഗാന്ധി സ്ക്വയർ ഗ്രൗണ്ടുമാണ് സമ്മേളനത്തിൻ്റെ വേദി. വിളംബര ജാഥകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെടും. നാളെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം വൈകിട്ട് ഗാന്ധി സ്ക്വയറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. വിവാദങ്ങൾക്കിടെ എറണാകുളത്ത് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന് ചേരുന്നുണ്ട്. CPM കൗൺസിലർ കലാരാജുവും യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലും മുന്നണി മാറേണ്ടെന്ന നിലപാടിലാണ് കലാരാജു ഉള്ളത്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് UDFന്റെ നീക്കം. കൗൺസിൽ യോഗം സംഘർഷഭരിതമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത്. അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. ഒരു മാസത്തിനകത്ത് അടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഡൽഹിയിൽ വാശിയേറിയ പ്രചാരണമാണ് നടക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി വോട്ട് ചോദിച്ചപ്പോൾ അഴിമതി ആരോപണങ്ങളും നേതാക്കൾ ജയിലിൽ പോയതും BJPയും കോൺഗ്രസും ആയുധമാക്കി. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, ഒരുപാട് വിഷയങ്ങൾ മാറിമറിഞ്ഞ, അതായത് ഒരുപക്ഷെ ഡൽഹി കണ്ട ഏറ്റവും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലം കൂടിയായിരുന്നു ഇത്. 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. കോൺഗ്രസും ഒട്ടും പുറകോട്ടല്ല. എന്താണ് ഈ അവസാന നിമിഷം, ഈ അവസാന സമയത്ത് ഏറ്റവും പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്? രഞ്ജിത്ത്, വാശിയേറിയ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഏതായാലും ഈ അവസാന ദിനത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലാണ്. അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടുകയായിരുന്നു. ഇന്നേതായാലും അദ്ദേഹം ന്യൂഡൽഹി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയേക്കും. അങ്ങനെ എല്ലാവരും അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണ തിരക്കിലാണ്. ഏതായാലും വിവിധ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അഴിമതി ആരോപണങ്ങൾ ഒക്കെ തന്നെ BJP ചർച്ചയാക്കി കൊണ്ടുവന്നു. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ പതിവ് പോലെ വാഗ്ദാനങ്ങൾ നൽകി. കാരണം വെള്ളവും വൈദ്യുതിയുമൊക്കെ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സൗജന്യമാക്കിയതാണ്. ഇത്തവണയും പുതിയ വാഗ്ദാനങ്ങൾ അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതേ വഴിയിലേക്ക് വരുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ ഗംഗ വലിയ ചർച്ചയായി ഡൽഹിയിൽ മാറുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് വിഷാംശ പരാമർശം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് അത് ആദ്യം BJPയും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള വാക്പോരിലേക്ക് വഴിമാറി. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ വിഷയത്തിൽ ഇടപെടുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരുന്നതൊക്കെ കണ്ടു.
അങ്ങനെ വിവാദ ചുഴിയിലായിരുന്നു ഡൽഹിയിലെ പ്രചാരണം കടന്നുപോയത്. ഏറ്റവും അവസാന നാളുകളിൽ 8 ആം ആദ്മി പാർട്ടി MLA-മാരെ രാജിവെച്ചു. അവർ പിന്നീട് BJP-യിൽ ചേർന്നും ഡൽഹി കണ്ടു. ഏതായാലും പ്രചാരണത്തിന്റെ ഈ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ബജറ്റിലെ പ്രഖ്യാപനം, പ്രത്യേകിച്ച് മധ്യവർഗം കൂടുതലായുള്ള സ്ഥലമാണ് ഡൽഹി. അവിടെ ആദായ നികുതിയിലെ ഇളവ് എങ്ങനെ വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നത് നിർണായകമാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലം എടുക്കുകയാണെങ്കിൽ ന്യൂഡൽഹി മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആണ് ഏറ്റവും കൂടുതൽ മധ്യവർഗമുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരൊക്കെ ഉള്ള മണ്ഡലമാണ് ന്യൂഡൽഹി. അതിൽ വലിയ വിഭാഗം വോട്ടർമാർ സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ ആ മണ്ഡലങ്ങളിലേക്ക് തന്നെ വോട്ടിംഗ് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് 2013 ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ 28 സീറ്റ് നേടുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ അവർക്കൊപ്പം നിന്നത് ന്യൂഡൽഹിയും അതിന് ചുറ്റിയുള്ള മണ്ഡലങ്ങളുമാണ്. അപ്പോൾ BJP അതിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇന്നലത്തെ പ്രചാരണ യോഗത്തിൽ ആവർത്തിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അധികാരത്തിൽ വരും BJP എന്നുള്ളതാണ്. ഒപ്പം ബജറ്റിലെ നികുതി ഇളവടക്കം അദ്ദേഹം പരാമർശിക്കുകയും ഒക്കെ അതിൽ വലിയ പ്രതീക്ഷ BJP വെക്കുകയും ചെയ്യുന്നു. ഏതായാലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഒറ്റ സീറ്റില്ല. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷ അവർ ചില മണ്ഡലങ്ങളിലെങ്കിലും വെക്കുന്നുണ്ട്. കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് കോൺഗ്രസിന്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അതിശക്തമായ പ്രചരണ കാലമാണ് കടന്നുപോയത്. ഇന്നലെയും ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരുന്നു. അനധികൃത കോളനികൾ നിയമവിധേയമാക്കലും പുനരധിവാസവും എല്ലാ കാലത്തും ഡൽഹിയിൽ പ്രചരണ രംഗത്ത് വിഷയമാണ്. 15 ലക്ഷം വോട്ടർമാരാണ് ഡൽഹിയിൽ ചേരികളിൽ കഴിയുന്നത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഒഴിയാത്ത മദ്രാസി ക്യാമ്പിലുള്ളവർ രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നത് മെച്ചപ്പെട്ട സ്ഥലത്ത് പുനരധിവാസം ഒരുക്കുന്നവർക്ക് വോട്ട് എന്നാണ്. 400 കുടുംബങ്ങളാണ് ഈ മദ്രാസി ക്യാമ്പിലുള്ളത്. என் பேர் முருகன். இங்கே நான் 40 வருஷமாக இருக்கிறேன். குள்ளமா 55 வருஷமாக இருக்கிறோம். മുരുകനും കുള്ളമ്മയും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ട് വർഷം 50 കഴിഞ്ഞു. കുടുംബവുമായി ബാരാപ്പുള്ള ഫ്ലൈ ഓവറിന് സമീപത്തെ ചേരിയിലാണ് താമസം. ആധാറും റേഷനും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ഒക്കെ ഇവിടെ തന്നെ. സൗത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ജംഗ്പുര മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചേരിയുടെ പേര് മദ്രാസി ക്യാമ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഈ മദ്രാസി ക്യാമ്പിൽ കഴിയുന്നവർ. 400-ലധികം കുടുംബങ്ങളുണ്ട് ഈ ക്യാമ്പിൽ. പലരും 60 വർഷം മുമ്പ് ഇവിടെ എത്തിയവർ. 400-ലധികം കുടുംബങ്ങളിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവർ. അവശേഷിക്കുന്നവർ ബീഹാറിൽ നിന്നും UP-യിൽ നിന്നും. മദ്രാസി ക്യാമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ചിത്രം ആലേഖനം ചെയ്ത അരങ്ങുകൾ കാണാം. ഡിസംബർ 5-ന് പുരട്ചി തലൈവയുടെ 9ാം ചരമവാർഷികം ആചരിച്ചതാണ്. ഓരോ വീടിന്റെയും ഉമ്മറത്ത് കോലമുണ്ട്. ഡൽഹിയിലാണെങ്കിലും ഇപ്പോഴും തമിഴ് ആചാരം കൈവിടാത്തവർ. ക്യാമ്പിനകത്ത് മാരിയമ്മൻ കോവിലുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മദ്രാസി ക്യാമ്പ് വാർത്തകളിൽ നിറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ ഒഴിഞ്ഞു പോകാനായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിപ്പിച്ചേക്കാമെന്ന ഭീതി ഇവർക്കുണ്ട്. പുതിയ താമസ സൗകര്യം ക്യാമ്പിലെ ചിലർക്കെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം 50 കിലോമീറ്റർ അകലെ. അവിടേക്ക് മാറിയാൽ ഉപജീവന മാർഗം നഷ്ടപ്പെടുമെന്ന് ഇവർ പറയുന്നു. நாங்கள் ரொம்ப நாளாக அங்கே வீட்டிலே இருக்கோம். பசங்களாம் சின்ன சின்ன பசங்க வச்சுருக்கோம். நாங்களாம் கூலி வேலை பக்கத்துலேயே தான் போய் செய்யணும். ரொம்ப தூரத்தில் கொண்டு போய் விட்றாங்க. நாங்கள் எப்படி 50 கிலோமீட்டருக்கு அண்ணாறு கொண்டு விட்டாக்கா நாங்கள் எப்படி வந்து வேலை செய்ய முடியாது. எங்களால் எதுவும் பண்ண முடியாது. அது கிட்டத்திலே விட்டாக்கா எங்களுக்கு நல்லாயிருக்கும். ரொம்ப தூரத்தில் விட்டாங்கனாக்கா ஒன்றும் எங்களால் பண்ண முடியாது. വോട്ടെടുപ്പായതോടെ ഇവരുടെ പുനരധിവാസം വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമായി. ആം ആദ്മി പാർട്ടിയും BJP-യും തമ്മിൽ വാക്പോര് വരെയായി. എന്തായാലും വീട് തരുന്നവർക്ക് വോട്ടെന്ന നിലപാടിലാണിവർ. இங்கே எங்களுக்கு யார் ஓட்டுறாங்களோ அவங்களுக்கு ஓட்டு போடுவோம். யார் எங்களுக்கு உதவி பண்ணுறாங்களோ அவங்களுக்கு நாங்கள் ஓட்டு போடுவோம். யார் தராங்களோ அவங்களுக்கு ஓட்டு போடுவோம் நாங்கள். അത് കണ്ടിപ്പാ. പോരാട്ടം കടുക്കുമ്പോൾ ഇവരുടെ വോട്ടുകളും വിധിയിൽ നിർണായകമാകും. KP ധനേഷിനൊപ്പം ന്യൂഡൽഹിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിപക്ഷം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിക്കും. സാധാരണക്കാരെ മറന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെയും ബീഹാറിലെയും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബജറ്റിൽ ഉണ്ടായതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം.
വഖഫ് JPC റിപ്പോർട്ടും ഇന്ന് ലോക്സഭയിൽ വരുന്നുണ്ട്. സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. പാർലമെന്ററി സംയുക്ത സമിതിയുടെ രേഖകളും മേശപ്പുറത്ത് വെക്കും. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിച്ചിരുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മറ്റൊരു വാർത്തയിലേക്ക്. NDAയുമായി സഹകരിക്കാൻ ഒരുങ്ങി NCP അജിത് പവാർ വിഭാഗത്തിന്റെ കേരള ഘടകം. ദേശീയതലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ചുവടുമാറ്റം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് NDA മുന്നണിയുടെ ഭാഗമാകാനുള്ള NCP അജിത് പവാർ വിഭാഗത്തിന്റെ നീക്കം. അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AK ശശീന്ദ്രൻ വിഭാഗത്തിന് വെള്ളയമ്പലത്തെ ഓഫീസ് പോലും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അജിത് പവാർ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് വെള്ളയമ്പലം ബിജു നാരായണൻ. കഴിഞ്ഞ വർഷം NCPക്ക് ഒരു വിഭാഗം സംഭവിച്ചു. അപ്പോൾ NCP എന്നും NCP SP എന്നും രണ്ട് ഭാഗമായി തിരിഞ്ഞു. അതായത് ശരത് പവാർ വിഭാഗവും നമ്മുടെ ദേശീയ പ്രസിഡന്റായ അജിത് പവാർ വിഭാഗവും. അപ്പോൾ അജിത് പവാർ വിഭാഗം NDAയുടെ ഭാഗമായിട്ട് ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും NDAയുടെ ഭാഗമായിട്ട് മാത്രമേ NCPക്ക് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. PC ചാക്കോയും തോമസ് K തോമസും ഉൾപ്പെടെയുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF നേതൃത്വവുമായി സീറ്റ് ചർച്ചകൾ വരെ നടത്തിയെന്നും വെളിപ്പെടുത്തൽ. AK ശശീന്ദ്രൻ അദ്ദേഹം LDFന്റെ ഭാഗമായിട്ട് നിൽക്കും. അതുപോലെ 3-4 നേതാക്കന്മാരും കൂടെ ഉണ്ടാവുമെന്നാണ്. ബാക്കിയുള്ള നേതാക്കന്മാർ UDFൽ ചർച്ച നടത്തി എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് PC ചാക്കോയും മറ്റുമൊക്കെ അവർ സീറ്റ് ധാരണയായെന്നാണ് അവരുടെ നേതാക്കൾ എന്നോട് സംസാരിച്ചത്. മന്ത്രി AK ശശീന്ദ്രന്റെ പ്രവർത്തനം സ്വതന്ത്രനെ പോലെയാണ്. ശരത് പവാർ വിഭാഗം സംസ്ഥാനത്ത് ഇല്ലാതായെന്നും ബിജു നാരായണൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേള. കൊലപാതകം നടത്തിയത് അമ്മാവൻ ഹരികുമാറാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ പോലീസിനുണ്ട്. ദുർമന്ത്രവാദം സംശയിക്കുന്നു, ഈ ജോൽസിൻ്റെ സ്വാധീനം സംശയിക്കുന്നു. അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും, അതായത് ഈ കുട്ടിയുടെ അമ്മയോടുള്ള ശ്രീധുവിനോടുള്ള അയാളുടെ ഒരു ബന്ധവും താല്പര്യവും ഒക്കെ അത് മറ്റൊരു കാരണമായി ഈ കുട്ടി അതിനൊക്കെ തടസ്സമാകുമോ എന്ന സംശയം. അങ്ങനെ പലവിധ കാരണങ്ങൾ പോലീസ് സംശയിക്കുമ്പോഴും ഈ പ്രതിയെ റിമാൻഡിൽ ആക്കിയിട്ടുള്ളപ്പോഴും എന്താണ് കൊലപാതകത്തിന് യഥാർത്ഥ കാരണമെന്ന് എന്ന ഇതിൽ പോലീസിന് സംശയമുണ്ട്. ഒന്ന്, ഈ പ്രതിയുടെ മൊഴികളാണ്. പലപ്പോഴും പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന മൊഴികളാണ്. ഒരു സമയം പറയുന്നതല്ല, അടുത്ത മിനിറ്റ് അയാൾ മാറ്റി പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇയാളുടെ കാര്യത്തിൽ. അത് മാനസികാസ്വാസ്ഥ്യം കൊണ്ടാണോ മനഃപൂർവ്വം ഇത്തരത്തിൽ പോലീസിനെ കുഴയ്ക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ ഒരു ആരോഗ്യപരമായ ഈ ചികിത്സാപരമായ ചരിത്രം കൂടി പരിശോധിക്കാൻ പോലീസ് നേരത്തെ തീരുമാനിച്ചത്. ഇയാൾ നേരത്തെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം മാനസിക പ്രശ്നമുള്ള ആളാണ് ഇയാളെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ മാനസിക രോഗ വിദഗ്ധൻ്റെ കൂടി സാന്നിധ്യം ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇയാളുടേത് തന്ത്രമാണോ അല്ലെങ്കിൽ ഇയാൾ രോഗി തന്നെയാണോ, എന്താണ് ഇയാളുടെ യഥാർത്ഥ മോട്ടീവ് എന്ന കാര്യത്തിലൊക്കെ എങ്കിൽ മാത്രമേ വ്യക്തത വരൂ. അമ്മയുടെ കാര്യത്തിലും പോലീസ് ഇപ്പോഴും പൂർണ്ണമായും ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. അവർക്കിതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഹരികുമാറിൻ്റെ മൊഴി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരികുമാർ താൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും എന്താണ് കാരണമെന്ന് അത് പോലീസ് കണ്ടെത്തിക്കൊള്ളൂ എന്ന ഒരു മറുപടിയാണ് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ നൽകിയത്. അതാണ് പോലീസിനെ ഈ രീതിയിൽ കുഴയ്ക്കുന്നത്. ഏതായാലും കൂടുതൽ സമയം ഇയാളെ ചോദ്യം ചെയ്താൽ, പ്രത്യേകിച്ച് മാനസിക രോഗ വിദഗ്ധൻ്റെ ഒക്കെ സാന്നിധ്യം ചോദ്യം ചെയ്താൽ ഇതിൻ്റെ കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീധുവിനെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ ശ്രീധുവിൻ്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാണ് ശ്രീജിത്തിൻ്റെ ആവശ്യം. അത്തരത്തിൽ പോലീസ് ഇപ്പോഴും കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊലപാതകം നടത്തിയ ശ്രീജിത്ത് തന്നെയെന്ന് ശ്രീജിത്തിൻ്റെ മൊഴിയും ശ്രീധുവിൻ്റെ മൊഴിയും സാഹചര്യ തെളിവുകളും ഒക്കെ പരിഗണിച്ച് പോലീസ് വിലയിരുത്തുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഈ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണല്ലോ അരുണ്. അത് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് കേസ്. അത് ആ കേസിൽ വളരെ കൃത്യമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ടോ, മൊഴികളുണ്ടോ? ഒപ്പം ഈ ജോത്സ്യൻ ദേവിദാസൻ എന്ന ആൾ, അയാളുടെ പങ്കാളിത്തം ഇതിലെങ്ങനെയാണ്? അയാൾ എങ്ങനെയാണ് ഇവരെയൊക്കെ സ്വാധീനിച്ചത്? ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുകളിലോ കൊലപാതകത്തിലോ മറ്റോ അയാൾക്ക് പങ്കാളിത്തമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ടല്ലോ. തീർച്ചയായിട്ടും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കൃത്യ പരാതികൾ പോലീസ് മുന്നിലുണ്ട്. നേരത്തെ തന്നെ ഈ കൊലപാതക ദിവസം തന്നെ അത്തരം ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശ്രീധു ജോലി നൽകാമെന്ന് പറഞ്ഞ്, പ്രത്യേകം ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അന്ന് അത് പരാതി ലഭിച്ചു. ഇപ്പോൾ ആ പരാതി ലഭിച്ചു. പോലീസ്
സേതുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടത് മാത്രമല്ല ഈ ജോത്സ്യനെതിരെയും ഈ പ്രദീപ് എന്ന ജോത്സ്യനെതിരെയും പ്രദീപ് കുമാർ പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടി യുവതിക്ക് പരിക്ക്. കോഴിക്കോട് മുക്കം മാമ്പറ്റയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 11:30-ക്കാണ് അതിക്രമമുണ്ടായത്. സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയാണ് യുവതി. ഹോട്ടൽ ഉടമയും 2 ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. MS സനീഷ് കുമാർ അല്പസമയത്തിനകം വിവരങ്ങൾ പങ്കുവെക്കും. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പീഡനശ്രമം ചെറുക്കുന്നതിനിടയിൽ ഈ യുവതി ഈ ഹോട്ടൽ ഉടമയ്ക്കും ഒപ്പം ഈ ഹോട്ടലിലെ ജീവനക്കാർക്കുമെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കെട്ടിടത്തിൽ നിന്ന് ചാടുകയായിരുന്നു എന്നുള്ളതാണ്. വലിയ അക്രമ സംഭവമാണ് ഉണ്ടായത്. മുക്കം പോലീസ് കേസെടുത്തിരിക്കുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് മുക്കത്തുണ്ടായിരിക്കുന്നത്. പീഡനശ്രമം ചെറുക്കുന്നതിനിടെയാണ് യുവതി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയും ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു. ഇതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പോലീസ് നടത്തിയ മൊഴിയെടുപ്പിലാണ് ഈ ലോഡ്ജ് ഉടമയും മറ്റ് 2 പേരും ചേർന്നാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് യുവതി മൊഴി നൽകിയത്. ഇപ്പോഴും ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അവർ ചികിത്സയിൽ കഴിയുകയും ചെയ്തത്. ഹോട്ടൽ ഉടമയാണ് ഇതിൽ ദേവദാസൻ എന്നയാള്. 2 റിയാസ്, സുരേഷ് എന്നിങ്ങനെ മറ്റു 2 ജീവനക്കാർ കൂടിയാണ് ഈ കൂട്ടത്തിലുള്ളത്. അടുത്ത കാലത്തായി പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോട്ടലാണ്. ഇവിടെ കഴിഞ്ഞ 3 മാസമായി ഈ യുവതി ജോലി ചെയ്തു വരികയാണ്. കണ്ണൂർ സ്വദേശിനിയായ യുവതിയാണ്. ഈ യുവതിയോടൊപ്പം മറ്റു 2 വനിതാ ജീവനക്കാർ കൂടി ഈ ഹോട്ടലിൽ ഈ ലോഡ്ജിൽ ജോലി ചെയ്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ അവധി ദിവസമായതുകൊണ്ട് തന്നെ ജോലിക്ക് എത്തിയില്ല. ഇത്തരമൊരു സമയത്താണ് ഇത്തരത്തിൽ ഒരു പീഡനം നടന്നിരിക്കുന്നത്. രാത്രി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേർ ചേർന്ന് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പ്രാണരക്ഷാർത്ഥം താൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയും ചെയ്തു എന്ന് യുവതി പറഞ്ഞത്. 29 വയസ്സാണ് യുവതിക്കുള്ളത്. കണ്ണൂർ സ്വദേശിനിയാണ്. അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി എന്ന് ആണ് അറിയിക്കുന്നത്. മുക്കം പോലീസ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ പ്രതികൾ ഒളിവിലാണ് എന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ് ബന്ധുക്കൾ. രഞ്ജിത്ത്. ശരി, MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കൊല്ലം പരവൂരിൽ തെക്കുംഭാഗം ഗ്രൗണ്ടിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവാവിന് മർദ്ദനമേറ്റതായി പരാതി. പരവൂർ സ്വദേശി ഷാൻ സിറാജിലാണ് മർദ്ദനമേറ്റത്. തെക്കുംഭാഗം വാർഡ് കൗൺസിലർ സനൽ മർദ്ദിച്ചുവെന്നാണ് പരാതി. കാലിന് പൊട്ടലേറ്റ യുവാവ് നെടുങ്കോളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് ഈ വിഷയത്തിൽ കേസുമെടുത്തിട്ടുണ്ട്. ഞാൻ തെക്കുംഭാഗം ഗ്രൗണ്ടിൽ നിൽക്കിയത് ഇപ്പോഴത്തേക്ക് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഈ ഗ്രൗണ്ടിന്റെ സംവിധാനം വെച്ചുകൊണ്ടും DCCയുടെയും KPCCയുടെയും പ്രസിഡന്റിന്റെ 2 പേരെ ഫോട്ടോയും കൂടി ഞാൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആദ്യം അതിനെ ചൊല്ലിയാണ് സംസാരം നടന്നത്. ഇടയ്ക്ക് CPMന്റെ ഒരു പ്രവർത്തനമായിട്ട് പ്രവർത്തിച്ചു കൊടുത്തോണ്ടാണ്. അപ്പൊ ഞാൻ പാർട്ടി സംവിധാനം വിട്ടു, ഞാൻ തിരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനകത്തുള്ള ഈ ഗ്രൂപ്പിന്റെ ഒരു അഴിമതിയുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പോസ്റ്റ് ഇട്ടത് എന്തിനാണെന്ന് ചൊല്ലിയാണ് ആദ്യം എന്നെ മർദ്ദിക്കുന്നത്. ആദ്യം വന്ന് എന്റെ ചോദിച്ചത് നീ എന്തിനാണ് ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ഇട്ടതെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം എന്നെ തള്ളിയെടുത്തും കേട്ടു. ഈ തള്ളിയിടുന്ന സമയത്ത് തന്നെ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ലിനകത്താണ് വന്ന് വീണ്ടും കാലിങ്ങനെ ഉണ്ടാവുന്നത്. രണ്ടാമത് വീണ്ടും എൻ്റെ ഈ തലയുടെ ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ട് 2 ഭാഗത്തായിട്ട് എന്നെ അടിച്ചപ്പോൾ കൊച്ചാപ്പ ചോദിച്ചു, കൊച്ചാപ്പയും തള്ളിയിട്ട്. ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. അനൂപിന്റെ സുഹൃത്തുക്കൾ, കൊല്ലപ്പെട്ട അതിജീവിതയുടെ പരിചയക്കാർ എന്നിവരുടെയും മൊഴിയെടുക്കും. അനൂപിന്റെ ലഹരി ഇടപാടുകളെക്കുറിച്ചും ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷിക്കും. അനൂപിനെതിരെ കൊലപാതകമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്താൻ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം?
രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയത് അനൂപിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകുന്നു എന്നത് തന്നെയാണ്. കാരണം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുക മാത്രമല്ല, നേരത്തെ വന്നിരുന്നതിൽ നിന്ന് വധശ്രമമായിരുന്നു ചുമത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൊലപാതകം തന്നെയാണ്. പക്ഷെ എന്നാലും ഈ നരഹത്യ എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഇതിൽ ചാർജ് ചെയ്യാൻ കഴിയുക എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അയാൾ നൽകിയിരിക്കുന്ന മൊഴി തന്നെയാണ്. അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലേക്ക് പോലീസിന് എത്തിപ്പെടാനും കഴിഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പെൺകുട്ടി മർദ്ദനത്തിൽ മനം നൊന്ത് സഹിക്കാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഫാനിൽ ഷാൾ ചുറ്റി കഴുത്തിൽ കുരുക്കുകയായിരുന്നു. എന്നാൽ ഇത് കണ്ട അയാൾ ഷാള് മുറിച്ച് താഴെ ഇട്ടു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മരണപ്പെട്ടു എന്ന് കരുതി അവിടെ നിന്ന് കടന്നു കളഞ്ഞുവെന്നും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിവെക്കുന്ന രീതിയിൽ തന്നെ ഏതാണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്നാലും അതിൽ കൂടുതലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇതിന് സുഹൃത്തുക്കളുടെ തടക്കം, ഇയാളെ അവിടെ നിന്ന് കൊണ്ടുചെന്നാക്കിയ സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ ഇയാളുടെ ലഹരി മരുന്ന് ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇയാൾ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ഒരുപക്ഷെ കോടതി അത് വരും ദിവസമായിരിക്കും അത് പരിഗണിക്കുക. രഞ്ജിത്ത്, ശരി. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവാണ് എന്ന് പറഞ്ഞാണ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു. വിഷ്ണുജ കടുത്ത പീഡനങ്ങൾ നേരിട്ടതായി സുഹൃത്തുക്കളും പറയുന്നുണ്ട്. അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവള് കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൾ എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, നീ ഇന്ന് തിരിച്ചു പോര്, വീട്ടിലാണെങ്കിൽ അവളെ സ്വീകരിക്കും. ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളല്ല. അപ്പം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നീ നമുക്ക് റെഡിയാക്കാം, ജോലിയല്ലേ, അവർക്ക് ജോലി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ. കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ്, അവരെ നോക്കാൻ ഇനി വേറെ 3 പെൺമക്കളാണുള്ളത്. അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി പോരും എന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. പിന്നെ വേറെ ഇതുണ്ട്, അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡായിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം, അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യും, മെസ്സേജസ് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു അയാൾ. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനുമോദ്, ഈ സുഹൃത്തുക്കളോട് വിഷ്ണുജ പറഞ്ഞിരുന്നു മർദ്ദനവുമായി ബന്ധപ്പെട്ട, പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ. ഇപ്പോൾ അവർ വെളിപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് പോലീസിന്റെ തുടർ നടപടികൾ? രഞ്ജിത്ത്, പ്രതിയായിട്ടുള്ള പ്രബിന് എതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ, അതുപോലെ ഗാർഹിക പീഡനം, ഈ 2 വകുപ്പുകളാണ് പ്രധാനമായിട്ടും ചുമത്തിയിട്ടുള്ളത്. ഇത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. ഇന്ന് പ്രബിനെ കോടതിയിൽ ഹാജരാക്കും. ഈ ഒരു സാഹചര്യത്തിൽ പ്രബിനെ റിമാൻഡ് ചെയ്യുക തന്നെയാണ് സാധ്യത. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതി പൊതുസമൂഹത്തിൽ വളരെ മാന്യനായ, തൊഴിലിടത്തിലും എല്ലാം വളരെ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. ഇയാളുടെ കുടുംബത്തിൽ, ഇയാളുടെ വ്യക്തി ജീവിതത്തിൽ ഇയാൾ എത്രമാത്രം ഒരു ക്രൂരത ചെയ്യുന്ന ആളാണെന്ന് ഇപ്പോൾ മാത്രമാണ് ഈ കുട്ടി വിഷ്ണുജ ആത്മഹത്യ ചെയ്തതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ മാത്രമാണ് കുടുംബം പോലും അറിയുന്നത് എന്നുള്ളതാണ്. അത്രമാത്രം ഒരു ദ്വന്ദ്വ വ്യക്തിത്വം ഇയാൾക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ആദ്യം ആർക്കും വിശ്വസിക്കാനായിരുന്നില്ല. പിന്നീട് ഈ പെൺകുട്ടിയുടെ ഫോണിലെ ശബ്ദ സന്ദേശങ്ങളും പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം
കൃത്യമായിട്ട് വീട്ടുകാർക്ക് പോലും മനസ്സിലാവുന്നത് എന്നുള്ളതാണ് അവസ്ഥ. എന്താണെങ്കിലും അതീവ ദാരുണമായിരുന്നു ആ ഒരു സംഭവം. വിവാഹത്തിന് ശേഷം ഈ കുട്ടിക്ക് ഒരു തരത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, പിന്തുണ ഉണ്ടായിരുന്നില്ല, സ്നേഹം ലഭിച്ചിരുന്നില്ല, അടിച്ചമർത്തിയിരുന്നു, അപമാനിച്ചിരുന്നു, അവഹേളിച്ചിരുന്നു തുടങ്ങി ഈ കുട്ടിയെ ഒരു തരത്തിലും തൻ്റെ ജീവിതത്തിൽ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇയാൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ, ഇതുവരേക്കുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. കുട്ടി ഇത് വീട്ടിൽ പോലും കൃത്യമായി പറഞ്ഞിരുന്നില്ല. കാരണം 3 പെൺകുട്ടികളാണ്. ഇനി താൻ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ അവിടുത്തെ അവസ്ഥ എന്താകുമെന്ന ആശങ്കയിൽ ഈ കുട്ടി വീട്ടുകാരുടെ പോലും ഇത് പറഞ്ഞിരുന്നില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. പലപ്പോഴും കൂട്ടുകാരോട് മാത്രമാണ് കുറച്ചെങ്കിലും പങ്കുവച്ചിരുന്നത്. പക്ഷേ ഒടുവിൽ ഇതിനെ ഈ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ ആ കുട്ടി ജീവനൊടുക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അത്യധികം ദാരുണമായ ഈ ഒരു സംഭവത്തിൽ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകളും മറ്റ് സാഹചര്യ തെളിവുകളും ഒക്കെ ഈ പ്രതിക്കെതിരെ പോലീസ് ശേഖരിക്കുന്നുമുണ്ട്. രഞ്ജിത്ത്. ശരി, CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെയാണ് നടിയുടെ പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെ അടക്കം കുറ്റപത്രം സമർപ്പിച്ചത്. ഈ വിഷയത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം വന്നിരിക്കുന്നു. കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ മാത്രം രാജി മതി എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുടെ പ്രതികരണം. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് ആണെന്നും സതീദേവി പറഞ്ഞു. കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ്. ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടുന്നത്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗസ വെടിനിർത്തലിന്റെ 2ാം ഘട്ടം ഇന്നു മുതൽ തുടങ്ങും. ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി. ട്രംപുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ്. 2ാം തവണത്തെ സ്ഥാനാരോഹണത്തിനു ശേഷം പ്രസിഡന്റ് ട്രംപ് ഒരു വിദേശ രാഷ്ട്രത്തലവനുമായി നടത്തുന്ന ആദ്യത്തെ സുപ്രധാന കൂടിക്കാഴ്ചയാണിത്. അമേരിക്കയിലേക്ക് വിമാനം കയറുന്നതിന് മുൻപ് ബെന്യാമിൻ നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കി. ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിന്റെ ശക്തിയുടെ തെളിവാണിത്. ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തമായ സൗഹൃദം കൂടി അടിവരയിടുന്നതാണ് സന്ദർശനം. ഗസയിലെ യുദ്ധത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ബന്ധം വഷളായിരുന്നു. വാഷിംഗ്ടണുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രധാന ദൗത്യം. പ്രസിഡന്റ് ട്രംപുമായി അടുത്ത് പ്രവർത്തിക്കുന്നതിലൂടെ മധ്യേഷ്യയുടെ മാറ്റവും പുനർനിർമ്മാണവും സാധ്യമാകുമെന്ന് നെതന്യാഹു പറയുന്നു. ഗസ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാ അർത്ഥത്തിലും നിർണായകമാണ്. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെ കാണും. തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളെക്കുറിച്ചുള്ള വിഷയവും ചർച്ചകളിൽ ഇടം പിടിക്കും. ഈ ആഴ്ച ഖത്തർ പ്രധാനമന്ത്രിയുമായും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായും വിറ്റ്കോഫ് സംസാരിക്കും. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നെതന്യാഹു സമാധാന ചർച്ചകൾക്ക് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കൂ. ന്യൂസ് ഡെസ്ക്, News 18. അമേരിക്കയുടെ അധിക ഇറക്കുമതി തീരുവ നയത്തിനെതിരെ പ്രതിഷേധവുമായി മറ്റു രാജ്യങ്ങൾ. തിരിച്ചും സമാന നടപടികൾ സ്വീകരിക്കുമെന്ന് മെക്സിക്കോയും കാനഡയും വ്യക്തമാക്കി. പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചൈന. അതേസമയം അധിക തീരുവയെ ന്യായീകരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നാളെ അർദ്ധരാത്രി മുതൽക്കാണ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവ നയം പ്രാബല്യത്തിൽ വരുന്നത്. ചില വേദനകൾ ഉണ്ടാക്കിയേക്കാം, പക്ഷേ നടപടി ഗുണം ചെയ്യും എന്ന് പറഞ്ഞാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവകൾ ചുമത്തിയ നടപടിയെ ന്യായീകരിക്കുന്നത്. മെക്സിക്കോയിലെയും കാനഡയിലെയും ഉൽപ്പന്നങ്ങൾക്ക് 25%, ചൈനയിലേതിന് 10% ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും തിരിച്ചും നികുതി ചുമത്തുമെന്നും കാനഡയും മെക്സിക്കോയും അറിയിച്ചു. അനുബന്ധ പ്രതിരോധ നടപടികൾ എന്ന മുന്നറിയിപ്പ് നൽകിയ ചൈന ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്യാനാണ് പദ്ധതിയിടുന്നത്. ഫ്രാൻസിലെ വ്യവസായ മന്ത്രി മാർക്ക് ഫെറാച്ചിയാണ് അമേരിക്കൻ നടപടിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. കാനഡയിൽ തന്നെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയമാണിതെന്ന് പൗരന്മാരോട് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. ലേബലുകൾ പരിശോധിക്കുക, കഴിയുന്നിടത്തെല്ലാം കാനഡയുടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക, ട്രൂഡോ എക്സിൽ കുറിച്ചു. താരിഫ് നയത്തിൽ ഖേദിക്കുന്നു എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയ യൂറോപ്യൻ യൂണിയൻ നയം ചിലവ് വർദ്ധിപ്പിക്കുമെന്നും അനാവശ്യ സാമ്പത്തിക തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നും ആരോപിച്ചു. യൂറോപ്യൻ യൂണിയനെ നിലവിൽ നയം നേരിട്ട് ബാധിക്കില്ല, എങ്കിലും പിന്നീട് തങ്ങൾക്ക് നേരെയും അധിക താരിഫ് വരും എന്ന ആശങ്ക അവർക്കുണ്ട്. അതേസമയം താരിഫ് നയം അമേരിക്കയിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷമാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും.
കൊലപാതകം നടത്തിയത് അമ്മാവൻ ഹരികുമാറാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ പോലീസിനുണ്ട്. ദുർമന്ത്രവാദം സംശയിക്കുന്നു, ഈ ജോൽസിൻ്റെ സ്വാധീനം സംശയിക്കുന്നു, അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും, അതായത് ഈ കുട്ടിയുടെ അമ്മയോടുള്ള ശ്രീധുവിനോടുള്ള അയാളുടെ ഒരു ബന്ധവും താല്പര്യവും ഒക്കെ അത് മറ്റൊരു കാരണമായി ഈ കുട്ടി അതിനൊക്കെ തടസ്സമാകുമോ എന്ന സംശയം. അങ്ങനെ പലവിധ കാരണങ്ങൾ പോലീസ് സംശയിക്കുമ്പോഴും ഈ പ്രതിയെ റിമാൻഡിൽ ആക്കിയിട്ടുള്ളപ്പോഴും എന്താണ് കൊലപാതകത്തിന് യഥാർത്ഥ കാരണമെന്ന് എന്ന ഇതിൽ പോലീസിന് സംശയമുണ്ട്. ഒന്ന്, ഈ പ്രതിയുടെ മൊഴികളാണ്. പലപ്പോഴും പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന മൊഴികളാണ്. ഒരു സമയം പറയുന്നതല്ല, അടുത്ത മിനിറ്റ് അയാൾ മാറ്റി പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇയാളുടെ കാര്യത്തിൽ. അത് മാനസികാസ്വാസ്ഥ്യം കൊണ്ടാണോ മനഃപൂർവ്വം ഇത്തരത്തിൽ പോലീസിനെ കുഴയ്ക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ ഒരു ആരോഗ്യപരമായ ഈ ചികിത്സാപരമായ ചരിത്രം കൂടി പരിശോധിക്കാൻ പോലീസ് നേരത്തെ തീരുമാനിച്ചത്. ഇയാൾ നേരത്തെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ അത് എത്രത്തോളം മാനസിക പ്രശ്നമുള്ള ആളാണ് ഇയാളെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ മാനസിക രോഗ വിദഗ്ധൻ്റെ കൂടി സാന്നിധ്യം ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇയാളുടേത് തന്ത്രമാണോ അല്ലെങ്കിൽ ഇയാൾ രോഗി തന്നെയാണോ, എന്താണ് ഇയാളുടെ യഥാർത്ഥ മോട്ടീവ് എന്ന കാര്യത്തിലൊക്കെ എങ്കിൽ മാത്രമേ വ്യക്തത വരൂ. അമ്മയുടെ കാര്യത്തിലും പോലീസ് ഇപ്പോഴും പൂർണ്ണമായും ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. അവർക്കിതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഹരികുമാറിൻ്റെ മൊഴി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരികുമാർ താൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും എന്താണ് കാരണമെന്ന് അത് പോലീസ് കണ്ടെത്തിക്കൊള്ളൂ എന്ന ഒരു മറുപടിയാണ് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ നൽകിയത്. അതാണ് പോലീസിനെ ഈ രീതിയിൽ കുഴയ്ക്കുന്നത്. ഏതായാലും കൂടുതൽ സമയം ഇയാളെ ചോദ്യം ചെയ്താൽ, പ്രത്യേകിച്ച് മാനസിക രോഗ വിദഗ്ധൻ്റെ ഒക്കെ സാന്നിധ്യം ചോദ്യം ചെയ്താൽ ഇതിൻ്റെ കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീധുവിനെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ ശ്രീധുവിൻ്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാണ് ശ്രീജിത്തിൻ്റെ ആവശ്യം. അത്തരത്തിൽ പോലീസ് ഇപ്പോഴും കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊലപാതകം നടത്തിയ ശ്രീജിത്ത് തന്നെയെന്ന് ശ്രീജിത്തിൻ്റെ മൊഴിയും ശ്രീധുവിൻ്റെ മൊഴിയും സാഹചര്യ തെളിവുകളും ഒക്കെ പരിഗണിച്ച് പോലീസ് വിലയിരുത്തുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഇനി കണ്ടെത്തേണ്ടത്. നമസ്കാരം. മലയപ്പുലയനാം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിൽ ഓരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഏറ്റവും പ്രശസ്തമായ വാഴക്കുല എന്ന കവിതാ സമാഹാരം ആരംഭിക്കുന്നത് ഈ വരികളോടെയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ദുരന്തത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഈ കവിത. പണിയെടുക്കാൻ അധ്വാനിക്കാൻ കീഴാളന്മാർ, അതിൻ്റെ വിളവെടുക്കാൻ മേലാളന്മാർ, അങ്ങനെയൊരു സാമൂഹിക അവസ്ഥ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ ആണ് ആ സാമൂഹിക വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചത്. 2025 അത്തരം മനോനിലയുള്ളവർ നമുക്ക് ചുറ്റും ഇപ്പോഴും ധാരാളമുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി എന്ന MP, കേന്ദ്രമന്ത്രി, ദളിത് വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഉന്നത കുലജാതർ ആയിട്ടുള്ളവർ മന്ത്രിമാർ ആയി വരണം എന്ന പരാമർശം നടത്തിയത്. തൻ്റെ പരാമർശത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിൽ നിന്നും വന്ന വാക്കുകളാണ് തൻ്റേത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഒരു പക്ഷേ സുരേഷ് ഗോപി സതുദ്ദേശത്തോടുകൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പക്ഷേ അപ്പോഴും കേന്ദ്രമന്ത്രി ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട്. ഉന്നത കുലത്തിൽ ജനിക്കുക, ജീവിക്കുക എന്നത് ഒരാളുടെയും യോഗ്യതയല്ല. താഴ്ന്ന കുലം, ഉന്നത കുലം എന്ന് തീരുമാനിക്കാൻ പൊതുസമൂഹം ആരെയും ഏർപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ പദപ്രയോഗം തെറ്റാണ് എന്ന് മന്ത്രി മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവർ തിരിച്ചറിയണം. ന്യൂസ് ടെൻസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിമർശനം ഘടിപ്പിച്ച് കോൺഗ്രസും CPM. സുരേഷ് ഗോപിക്ക് തുടരാൻ അർഹതയില്ലെന്ന് V. ശിവൻകുട്ടി. പരാമർശം വളച്ചൊടിച്ചെന്ന് സുരേഷ് ഗോപി, പ്രതികരിക്കാതെ പാർട്ടി നേതൃത്വം. കോൺഗ്രസിനും BJPക്കുമെതിരെ വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസ് ഈഴവരെ പാതാളത്തിലേക്ക് വിടുന്നു, BJPയും ഈഴവരെ പരിഗണിക്കുന്നില്ല. തമ്മിൽ ഭേദം CPIM എന്നും വെള്ളാപ്പള്ളി. നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയെ വിമർശിച്ച് മുഖ്യമന്ത്രി. ദിവ്യയ്ക്ക് ജാഗ്രതക്കുറവുണ്ടായി,
പദവിയിലിരിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ. സമ്മേളനം ഇന്ന് അവസാനിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് കൊട്ടിക്കലാശം, മറ്റന്നാൾ വോട്ടെടുപ്പ്. ഹാട്രിക് നേട്ടം ലക്ഷ്യമിട്ട് AAP. ബജറ്റ് ഗുണമാകുമെന്ന പ്രതീക്ഷയിൽ BJP. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കോൺഗ്രസ്. കേന്ദ്ര ബജറ്റിനെതിരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. സാധാരണക്കാരനെ മറന്നെന്നും ഡൽഹിക്കും ബീഹാറിനും മാത്രം പരിഗണനയെന്നും വിമർശനം. വഖഫ് JPC റിപ്പോർട്ട് ലോക്സഭയിലെത്തും. പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്ന് ആക്ഷേപം. സെലീനാമിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. അല്പസമയത്തിനകം കല്ലറ തുറന്നു പരിശോധിക്കും. അന്വേഷണം നടത്തുന്നത് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന്. കോട്ടയത്ത് തട്ടുകടയിലെ തർക്കത്തിനിടെ പോലീസുകാരനെ ഗുണ്ട കൊലപ്പെടുത്തി. നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കോട് സ്വദേശി ജിബിൻ ജോർജ് പിടിയിൽ. അടൂർ തെങ്ങമത്ത് മദ്യലഹരിയിൽ യുവാക്കളുടെ ആക്രമണം. കോഴിക്കോട് സ്വിഗ്ഗി ഡെലിവറി ബോയ് റോഡരികിൽ മരിച്ച നിലയിൽ. രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നതിന്റെ ചുരുളഴിക്കാൻ പോലീസ്. അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. നെന്മാറിയിലെ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായി നാളെ തെളിവെടുത്തേക്കും. കസ്റ്റഡിയിൽ കിട്ടാൻ ഇന്ന് അപേക്ഷ നൽകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തിൽ വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസും CPIM-ഉം. പരാമർശം വളച്ചൊടിച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതേസമയം ഇതുവരെയും പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടേത് അടക്കമുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഈ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്. വലിയ വിമർശനം ആണ് ഇപ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ഉയരുന്നത്. തന്റെ പരാമർശം വളച്ചൊടിച്ചു എന്ന് മന്ത്രി പറയുമ്പോൾ പോലും പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഒന്നും ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. മൗനം തുടരുക തന്നെയാണ്. മന്ത്രി നടത്തിയ പരാമർശത്തിലേക്ക് ഒരിക്കൽ കൂടി. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാത